അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സൂം മൊബൈൽസ് അവിടെ നിന്നാണ് ആദ്യത്തെ സാധനം കിട്ടിയത്. ട്രൈപോഡ് കിട്ടി, യൂസ് ചെയ്തൊന്ന് പഠിക്കണം. ഞാൻ ഫിറ്റ് ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മേടിച്ച് ഫോൺ ഹോൾഡർ ട്രൈപോഡും കൂടി ആയിട്ടുള്ളത്. ഞാനൊരു ഗാഡ്ജറ്റ് ഫ്രീക്ക് അല്ല കേട്ടോ, ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറയാൻ. ബട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ആവും പ്രോ. എന്നിട്ട് ഇതിന് പറയാം. ഇപ്പോൾ ഇതുപോലെ ലൈറ്റും ഉണ്ട്, ഇതുണ്ട്, ഡിം ആക്കാം, ബ്രൈറ്റ് ആക്കാം, അങ്ങനെ ലൈറ്റും കൂടി ആയിട്ടുള്ളതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വ്ളോഗിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞു ഷോപ്പിംഗ്. അടുത്തത് നെക്സ്റ്റ് ബ്രോഡ്വേയിൽ ഫാൻസി വെസൽസ്. കുറേ എൻ്റെ വീഡിയോസിൽ കണ്ടിരിക്കുന്ന വലിയ സ്റ്റീമർ ഉണ്ടല്ലോ, അത് ഇവിടെ നിന്ന് മേടിച്ചത്. ആൻഡ് കുറേ ബ്രാസിൻ്റെ പാത്രങ്ങളും ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ക്രോക്കറീസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ചാർക്കോളിട്ടിട്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാം രാത്രി. ഇപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കാനായിട്ട് ഇത് വാങ്ങിച്ചാലോ എന്ന് ഓർക്കുക. ഡെയിലി യൂസിന് എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പാത്രങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചേക്കണേ. ഇതിപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ചിട്ട് വേണം കേട്ടോ ഗ്രില്ല് ചെയ്യാനായിട്ട്. അത് ഞാൻ നേരത്തെ ഓർത്ത് ഇവിടെ വെച്ചാൽ മതി എന്നാ. ചിക്കനൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രിൽ ഇത് ചെയ്യാം അല്ലേ. ഇത് വെക്കണം എന്നുണ്ടോ ചേട്ടാ? നേരിട്ട് വെച്ചൂടെ? അപ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ അടിയിലോട്ട്. അപ്പോൾ ഇതാണ് യൂസ്ഫുള്ള്. ഇതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ സജസ്റ്റ് ചെയ്യണേ ചേട്ടാ. എനിക്കൊന്നും. അപ്പം ഞാൻ ഇത് വാങ്ങിക്കാം. ഇതെടുത്ത് വെച്ചേക്കാം ചേട്ടാ. ഇതെത്രയാ? കുറഞ്ഞത് ഏതാ? ഇത് നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ ഏതാ? ഇത് മതിയില്ലേ? ഓക്കെ. ഇവിടെ ബ്രാസിൻ്റെ കുറേ യൂട്ടൻസിൽസും ഉണ്ട് ചേട്ടാ. വലിയ ഇതൊക്കെ ഉണ്ട്, സ്റ്റീമർ ബ്രാസിൻ്റെ ഉണ്ടല്ലോ. മേലെയാണോ? അല്ല, ബ്രാസിൻ്റെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഉഴുന്നുവട അച്ചു കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ബാറ്ററിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ദേ പ്രസ് ചെയ്യും. കൊള്ളാം. തലേ ദിവസം വെള്ളം വെച്ചിട്ട് രാവിലെ കുടിക്കാം. ആണോ? കോപ്പർ ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണ. കളർ നല്ല. തലേ ദിവസം വെള്ളം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം നിർബന്ധമാണോ? കോപ്പർ ആയതുകൊണ്ട് എനിക്കിതാ ഇഷ്ടമായത്. ആരെങ്കിലും കോപ്പറിൻ്റെ ജാറ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്നല്ല. ഇത് ഹോൾസെയിലിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആരെങ്കിലും വീടൊക്കെ മാറാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഡിസൈഡ് ചെയ്താൽ മതി ക്രോക്കറീസ് എന്തൊക്കെ മേടിക്കണമെന്ന്. ഇതുകൊണ്ട് വലിയ പാത്രങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന സ്റ്റീലിൻ്റെയും ബ്രാസിൻ്റെയും വലിയ പാത്രങ്ങളെല്ലാം ഇവിടെ നിന്നാണ്. ഈവൻ സ്റ്റീമർ, സ്പൂൺസ്, അതുപോലെ തന്നെ ഇതുപോലത്തെ വലിയ സ്പൂൺസ്. ചോറ് വെക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നടത്തുന്നവർക്കായിരിക്കും, അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇതാണ് സ്റ്റീമർ. അങ്ങോട്ടേക്ക് കയറാൻ ഇത്തിരി പാടായിരിക്കും. ഞങ്ങൾ വീട്ടിലോട്ട് മേടിച്ചത്. കാരണം ഇതിപ്പോൾ കാണിക്കാൻ കാരണം എൻ്റെ വീഡിയോസിൽ മിക്കവരും കമൻസിൽ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാരണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്തു. ഫാൻസി വെസൽസ് മറക്കണ്ട. ഇതാണോ ചേട്ടാ തട്ടുകടയിലൊക്കെ ഉള്ള അങ്ങനത്തേനൊക്കെ നല്ല? പക്ഷെ വീട്ടിലേക്ക് വെക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നുള്ള പകുതി സാധനം മേടിച്ചേനെ. ഇതും എൻ്റെ വീഡിയോസിൽ എല്ലാവരും ചോദിക്കുന്നത് സ്റ്റീൽ മഗ്സ്, വലുത്, ഭയങ്കര വലുത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ക്രോക്കറി ഷോപ്പ് AS ബാവ. അതും ബ്രോഡ്വേ തന്നെ, തൊട്ടടുത്താണ്. ഈ രണ്ട് ഷോപ്സും തൊട്ടടുത്താണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ ഷോപ്പിംഗ്. ജ്യൂസ് ജാർസ് ആൻഡ് കേക്ക് സ്റ്റാൻഡ്സ്, ഇതെല്ലാം മിക്കതും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചേക്കണേ. വളരെ കുറച്ചുള്ളൂ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ മേടിച്ചേക്കണേ. ആൻഡ് കളേർഡ് പ്ലേറ്റ്സ് ഇതൊക്കെ ഇവിടെ പോയി വേണ്ട. അപ്പോൾ ബ്ലൂ പ്ലേറ്റ്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതുണ്ട് സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യുന്ന നല്ല കളറാണ്. ആൻഡ് വൈറ്റ് പ്ലേറ്റ്സ് ഇതെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ അന്ന് വന്നപ്പോൾ ഈ വൈറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ബ്ലൂ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത് കൊള്ളാം, ഫിഷൊക്കെ സെർവ് ചെയ്യാനായിട്ട്. ആക്ച്വലി നമ്മളിത് എല്ലായിടത്തും കിട്ടും എന്ന് ഓർക്കും, പക്ഷേ അങ്ങനെ അധികം ഷോപ്സിലില്ല കേട്ടോ. ഈ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഇങ്ങനെ ക്രോക്കറി മേടിക്കാൻ ഇവിടെയും വലിയ സ്റ്റീമർ ഒക്കെ മേടിക്കാനായിട്ട് അപ്പുറത്തും. ഇതും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന വീഡിയോസിൽ. ബ്രെഡ് ബോക്സ്, അതും ഇവിടെ നമ്മുടെ AS ബാവ. പേര് മറക്കണ്ട കേട്ടോ. ഇത് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല, അത് കാരണം ഇപ്പം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഫ്രൂട്ട് ബാസ്ക്കറ്റ്, സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെയൊക്കെ വുഡൻ കളറിലുള്ള ഗോൾഡൻ സ്പൂൺ ആൻഡ് ഫോർക്ക്, ഇതെല്ലാം. പിന്നെ നമ്മുടെ വുഡൻ ട്രേസ്, അതും എനിക്കൊന്നിന് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനങ്ങളായിരിക്കും. സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യാൻ നല്ല. ഞാൻ എപ്പോഴും പറയണ പോലെ പ്രസൻറ്റേഷൻ നന്നാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ക്രോക്കറീസ് വേണം. അപ്പോൾ ഈ കളേഴ്സൊക്കെ ആകുമ്പോൾ എല്ലാ ഡിഷസായിട്ട് ബ്ലെൻഡ് ചെയ്തു പോകും. ആൻഡ് കട്ടിംഗ് ബോർഡ്, പക്ഷെ അത് എനിക്കൊന്നും വുഡൻ കട്ടിംഗ് ബോർഡാണ് എന്നോട് ചോദിക്കുന്നത്. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വലുത് ഇവിടെ ഉണ്ട്. പിന്നെ പിക്കിളൊക്കെ ഇട്ട് വെക്കാനുള്ള ജാസ്, ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. കാരണം ഇവിടെയൊക്കെ ഇരിക്കണേന്ന് ഏകദേശം നല്ല ഐഡിയ ഉണ്ട്. കളേർഡ് ഗ്ലാസ് ബോട്ടിൽസ് ഇപ്പോൾ വന്നതാണെന്ന് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല നേരത്തെ. സ്ഥിരം പോകുന്ന പാനിപ്പൂരി സ്ഥലം ഞങ്ങളുടെ ക്രിസ്മസ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പനീർ എപ്പോഴും ബികാഷ് ബാബു എന്നാണ് മേടിക്കണേ. അവിടുത്തെ അത്രയും നല്ല പനീർ ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. കത്രിക്കടവ് പാലത്തിന് താഴെയായിട്ട് അവരുടെ പുതിയ സ്ഥലം വന്നേക്കണേ, ബികാഷ് ബാബുയുടെ. കുറച്ച് എക്സ്പെൻസീവ് ആണ് പനീർ, ബട്ട്
നല്ലതാണ്. ഇന്ത്യൻ സ്വീറ്റ്സ് കണ്ട ഒരു വീക്ക്നെസ്. ഇത് നല്ല ഐഡിയ ആണല്ലോ. ഇനി പോകുന്നത് നഴ്സറിയിലാണ്. ഇങ്ങനെ ഒരെണ്ണം ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ വെച്ചാലോ എന്ന് ഓർക്കാം. അവിടെ പോയി നോക്കണം. പക്ഷേ ഇനി വീട്ടിലെ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് പോയി. ഞാൻ ഭയങ്കര കാര്യത്തിന് മേടിച്ചുകൊണ്ട് വന്നേട്ടാ. പക്ഷെ അത് ചേനയുടെ പ്ലാന്റ് ആയിരുന്നു. അത് പക്ഷെ പോയി ഇൻഡോർ പ്ലാന്റ് പോലെ വെച്ചിട്ട്. ഇതാണ് എൻ്റെ കരിഞ്ഞുപോയ ചേന. ഇത് ചേനയാണ് ആക്ച്വലി. അത് നമ്മൾ അറിയാണ്ട് മേടിച്ച ചേനയുടെ ചെടിയാണിത്. അല്ലേ എനിക്ക് കാണാൻ ഇഷ്ടം, അത് കാരണമാണ് വാങ്ങിച്ചേ. ഏത് സ്പൈഡർ പ്ലാന്റ് ഏതാ എനിക്കറിയില്ല. ഇതിപ്പോൾ ചേന ഏതാ ഇതിൽ? പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഏതാ വെക്കാൻ നല്ലത്? അന്ന് വെച്ചത് പോയി, ആ ചേന വെച്ചത്. ഏത് ചേനയാ? ഓ, സെമി ഇൻഡോർ പ്ലാന്റ്. അത്രയും വലുത് വേണ്ട, ഫ്ലാറ്റാ. മോൺസ്റ്റർ അത് ഇൻഡോർ ആണോ? ഇത് ഏതാ പ്ലാന്റ്? മോൺസ്റ്റർ. ഇതെടുത്താലോ? ഇത് വാഴയാണോ? ഓ, വേർഡ് ഓഫ് പാരഡൈസ് വാഴ. ഇത് ഇൻഡോർ ആണോ? ഇത് എത്രയത്? ഞങ്ങളുടെ വീട്ടിലെ വുഡൻ റാക്കിൽ വെച്ചേക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതെല്ലാം ഇവിടെ നിന്നാട്ടോ. ചട്ടി ഞാൻ ഇവർക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും, എന്നിട്ട് ഇവർ ഫില്ല് ചെയ്തിട്ട് തരും. അല്ലെങ്കിൽ അവിടെ വീട്ടിൽ ഫ്ലാറ്റിൽ ബാൽക്കണി വെച്ച് ചെയ്താൽ മെസ്സാവും. അതാണ് ഞാൻ എപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫ്ലാറ്റിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്താൽ മതി. വിഷമാണോ ഈ ഇല? ഇല വിഷമാണ് അല്ലേ? ഈ ഇല വീടിനകത്ത് വെക്കാൻ അത്ര സേഫ് അല്ല. പെറ്റ്സിന് വെച്ചാൽ നല്ലതല്ലല്ലോ. പെറ്റ്സിനും ഇത് രണ്ടും മേടിക്കുക, വീടിനകത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അതിനെത്രയാ? ഓറഞ്ചിനാ? ബൊഗൈൻവില്ല. ഈ പൊക്കമുള്ളതിന്, ഏറ്റവും പൊക്കമുള്ളതിന്. ചെറുത് കണ്ട് വളരാൻ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് ഒട്ടുമില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അത്ര പൂവ് ഉണ്ടാവണില്ലല്ലോ. NPK ഫ്ലവർ ഉണ്ടാവും. ഓ, അത് വെറുതെ ഇട്ടാൽ മതിയാ? ബൊഗൈൻവില്ലയുടെ കുറേ കളേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പക്ഷേ എപ്പോഴും ഉണ്ടാവാറില്ല. ആരെങ്കിലുമൊക്കെ ബൊഗൈൻവില്ല നോക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. നഴ്സറിയുടെ പേരെന്താ? റോക്കി ഗാർഡൻ നഴ്സറി, ജവഹർലാൽ റോഡ്, സുഭാഷ് ചന്ദ്രബോസ് റോഡ്, ജവഹർനഗർ. ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ ഡിന്നറിന് പോയപ്പോൾ എൻ്റെ ബാഗ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മറന്നുപോയി. അതെടുക്കണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഉണ്ട് അവിടുന്ന്. ഇപ്പം ബിനാലെ കാരണം അവിടെ കുറേ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഈ കുപ്പിവെള്ള അങ്ങനത്തെ സാധനമൊക്കെ മേടിക്കാനില്ലേ, അത് ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇനി വൈകിട്ടാവുമ്പോഴത്തേനും ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. നെക്സ്റ്റ് മട്ടാഞ്ചേരിയിലെ ശാന്തിലാൽ ആൻഡ് മിഠായി വാലയിൽ നിന്ന് എനിക്ക് ഘാട്ടിയ മേടിക്കാനുണ്ട്. യെല്ലോ ജിലേബി ജിജോന് വേണം. ഇതാണ് ഘാട്ടിയ ഭയങ്കര ഫേമസ് ആയി ഇവിടുത്തെ. പുറത്ത് എബ്രോഡൊക്കെ ഉള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയ സാധനം. ആൻഡ് യെല്ലോ ജിലേബി. പിന്നെ റസ്മലായും ഞാൻ പാർട്ടീസിന് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും നല്ല. ചേട്ടാ റസ്മലായി ഉണ്ടോ? അത് ഓർഡേഴ്സ് എടുക്കില്ലേ? ഒരു റെഡും വേണം. വേണം, മധുരം കഴിക്കണമെന്നൊക്കെ ഓർത്താ. പക്ഷേ ഭയങ്കര ക്രിസ്പി ആൻഡ് പുളിയും ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ തണുപ്പിച്ചിട്ട് കഴിക്കാൻ പൊളിയാണ്. ജിജോ ഓറഞ്ചാണ് പറഞ്ഞത്. അങ്ങനെ ഓറഞ്ച് എനിക്ക് അത്രയും പിടുത്തില്ല കേട്ടോ. ബട്ട് യെല്ലോ ഭയങ്കര നല്ല. ഈ സാധനം നിങ്ങൾക്ക് യെല്ലോ ജിലേബി ആൻഡ് കാട്ടിയ ഇഷ്ടമാണെങ്കിൽ, ആ കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ, ഒരു ലഡു വിത്ത് കാട്ടിയ, ഈ സ്ഥലം മിസ് ചെയ്യണ്ട കേട്ടോ. മട്ടാഞ്ചേരിയിലുള്ള ശാന്തിലാൽ ആൻഡ് മിഠായി വാല. നമ്മുടെ ആ സ്വീറ്റ് ഷോപ്പിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ലസ്സി ഷോപ്പ് ഉണ്ട്. അതും ഭയങ്കര ഫേമസാണ്. ആൻഡ് ആ റോഡ് തന്നെ നല്ല രസമാണ്. കുറേ ഫ്രൂട്ട് ഷോപ്സൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, പൊട്ടുവെള്ളരിയുടെ സീസണാണ്. ആൻഡ് ചന്ദ്രക്കാരൻ മാങ്ങ ഇത് മേടിച്ചാലോ? ചന്ദ്രക്കാരൻ മാങ്ങ ഇപ്പം നമ്മുടെ അവിടെ വന്നിട്ടില്ല, പക്ഷേ മട്ടാഞ്ചേരി മാർക്കറ്റിലുണ്ട്. ഈ ഏരിയ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ് ഷോപ്പിൻ്റെ നേരെ വന്നിട്ട് ലെഫ്റ്റ് എടുക്കണം. ലസ്സി ഷോപ്പ് അത് ഭയങ്കര ഫേമസാണ്. കുറേ ഫുഡ് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി പോകണമെന്ന്. ലസ്സി ഹൗസ് മട്ടാഞ്ചേരി. ഇങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ ഓട്ടോവും കാറൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഫുൾ നടക്കണതാണ് രസം. ലസ്സി ഹൗസ്. ഫ്ലേവേഴ്സ് ഓഫ് ലസ്സി അവൈലബിൾ ആണ്. മാംഗോ ലസ്സി, റോസ് ലസ്സി, പിസ്ത. ഇതൊരുമാതിരി കൊച്ചിനുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇത് ബിനാലെ കാണാൻ വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. മെയിൻ വ്യത്യാസം എനിക്ക് തോന്നിയേക്കണം, ഒട്ടും പുളിയില്ല ആൻഡ് ഭയങ്കര ലൈറ്റ് ഫീല്. സാധാരണ ചില ലസ്സി കഴിക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഇത് അങ്ങനെയില്ല, ഭയങ്കര തണുപ്പും. ഒരെണ്ണം കൂടി വേണം കേട്ടോ. പിന്നെ ഒരെണ്ണം പാക്ക് ചെയ്ത് വേണം.
പാർസൽ അത്രയും മതി. പിന്നത്തെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കടയല്ല, സാധനങ്ങൾ ഈ കല്ലുണ്ടല്ലോ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്നത്, വേ ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് ചിരട്ടപ്പാലം റോഡ്, അങ്ങനെയല്ലേ പറഞ്ഞത്, മട്ടാഞ്ചേരിയുടെ അടുത്തുള്ള ചിരട്ടപ്പാലം റോഡ്, വേ ടു എർത്ത്. ഇവിടെ ഉള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചതയ്ക്കുന്ന കല്ലിൻ്റെ പല പല ഡിസൈൻസ്. ഈ ഒരു ഷേപ്പ് പറഞ്ഞ് ചെയ്യിക്കണതാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടുള്ള കാണുന്നത് ഈ ഷേപ്പ്. എത്രയത്? ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇങ്ങനെ സ്പേസ് ഉള്ള ചതയ്ക്കുന്ന കല്ല് ആവശ്യമുള്ളവർ ഇത് ഇവിടെ വന്നാൽ മതി. എന്താണ് നാളികേരം പെട്ടെന്ന് ചതച്ചെടുക്കും. ഇതിലോ ഉള്ളിയും ചതയ്ക്കണല്ലേ? പല പല ഷേപ്പ് ഉണ്ട് കേട്ടോ. അതെ ഇത് കണ്ടോ, ഇതൊരെണ്ണം എനിക്ക് വേണേ. അതേ ഓവൽ ഷേപ്പ്, പല ഷേപ്പ് ഉണ്ട്. ഞാൻ യൂഷ്വൽ നമ്മളെപ്പോഴും കാണുന്നത് ചതയ്ക്കണ കല്ല്. ഇനി ചതയ്ക്കണ കല്ല് എവിടെ കിട്ടുമെന്ന് ചോദിക്കണ്ട കേട്ടോ. വേ ടു എർത്ത് അല്ലേ? വേ ടു എർത്ത് റോഡിൻ്റെ ചിരട്ടപ്പാലം റോഡ്, ഫോർട്ട് കൊച്ചിൻ. ചൂടാക്കണ ചട്ടികളാണോ? ആണോ? മോര് കറിയൊക്കെ വെക്കാൻ? വേറെ എന്താ ആണോ? അന്ന് ഈ പറഞ്ഞ എനിക്കെടുത്ത് തന്നെ സ്പേസ് വേണം, ഉള്ളിൽ സ്പേസ് ഉള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാമോ? ആണോ? ചിക്കൻ കറിയൊക്കെ വെള്ളം ഒഴിച്ച് വെക്കണ എല്ലാം വെക്കാം. ഓക്കെ, എനിക്ക് ഇത് മതി എന്ന് തോന്നുന്നു. ഇതിലാകുമ്പോൾ കറികൾ ഏത് വേണമെങ്കിലും വെക്കാമല്ലോ, നോൺ വെജൊക്കെ. ഞാനപ്പോൾ ഇതാ എടുത്തത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ സോട്ടേ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളമുള്ള സാമ്പാറൊക്കെ പോലെ അതൊക്കെ കുക്ക് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. മോര് കറി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, ചാറുള്ള എന്തെങ്കിലും സാധനങ്ങൾ. ആൻഡ് ചൂടും നിൽക്കും നന്നായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനും നല്ല, ടേബിളിലോട്ട് വെക്കാനല്ല. അപ്പോൾ ഇത് നല്ല സാധനമാണ്. പിന്നെ ഇവിടെ ഭരണീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പല നല്ല ഷേപ്പും നല്ല കളറും. അപ്പോൾ ഇതാണ് യൂസ്ഫുൾ, മറ്റേ ഷേപ്പാണ് യൂസ്ഫുൾ? തെറിച്ചൂല് ഒതുക്കിയെടുക്കാം. ഓ, അമ്മിക്കല്ല്. ഇതിപ്പോൾ ഫ്ലാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും അമ്മിക്കല്ല്? അത് ഈ ഫ്ലാറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അമ്മിക്കല്ല്. ഇതും ഞാൻ വാങ്ങിച്ചു കേട്ടോ ഫസ്റ്റ് ടൈം. ഞാൻ ഈ ഷോപ്പ് ആക്ച്വലി ലസ്സി ഹൗസിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടത്, ആദ്യമായിട്ട് കണ്ട. ഭയങ്കര യൂസ്ഫുൾ. അതേ ഇത് കണ്ട തരി പോലെയുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിയുകയും ചെയ്യും. കല്ലുകൾ ചൂസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ നോക്കി വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് അറിയോ തേങ്ങയൊക്കെ? അറിയും. അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ചെയ്യണുണ്ട് ഇങ്ങനെയൊക്കെ. ഓ, അടുത്ത കാലത്തൊക്കെ നമ്മൾ കലമൊക്കെ തൂക്കിയിടാനായിട്ട് യൂസ് ചെയ്യണേ എന്താ ഇതിൻ്റെ പേര്? ഉറി. കൊള്ളാം. ഞാൻ തന്നെ ഫസ്റ്റ് ടൈം അതെല്ലാം കാണുന്നത്. എനിക്കതിന് ഹിന്ദുസൊക്കെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. ബസ്മത് തട്ട്. ഞാൻ ഇന്നത്തെ ദിവസത്തെ ഷോപ്പിങ്ങിൽ ഏറ്റവും ഞാൻ ഇന്നോവേറ്റീവായിട്ട് കണ്ടുപിടിച്ചതായിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പാണ്. ഇന്നലെ എൻ്റെ ബാഗ് മറന്നു വെച്ചത്, അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്ളോഗായി മാറിയത് കേട്ടോ. ഭാഗ്യത്തിന് ഇവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്ഥലം കൂടി കാണിച്ചാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. എറണാകുളം മാർക്കറ്റ്. ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ എടുത്തോന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളം മാർക്കറ്റ് പുതിയതാക്കിയിട്ട് ഞാൻ കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ചോദിച്ചു, ഡബിൾ ലെയർ ആയിട്ടുള്ള ഈ പായ ഇല്ലേ, അത് മേടിച്ചത് എൻ്റെ വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ ആ ഏരിയ ഒന്ന് കാണിച്ചു തരാം. എത്ര ഇത്? 1/2 കിലോ? തിരിച്ചു പറഞ്ഞ വഴിക്ക് മേടിക്കാം കേട്ടോ. ഇതാണ് എറണാകുളം പച്ചക്കറി മാർക്കറ്റ്. ഈ മാർക്കറ്റ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഹോൾസെയിൽ മാർക്കറ്റാണ്. പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഹോൾസെയിൽ കടകൾ. ഇവിടെ നിന്നാണ് പായ മേടിച്ച ഡബിൾ ലെയർഡ് ആൻഡ് കുറേ സാധനങ്ങളുണ്ട്. അയ്യോ, അത് എലിപ്പെട്ടി കേട്ടോ, സോറി, അതല്ല. വരാനും നല്ല രസമാണ് ഈ ഏരിയ. ഏതാ? ഓണത്തിനൊക്കെ താഴെ വിരിക്കണ ആ ചെറിയ വീതി, സദ്യ കഴിക്കാൻ ചെറിയ വീതിയുള്ള പായ അല്ലേ? അതിവിടെ ഉണ്ട്. അത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഡബിൾ ലെയർ പായകളല്ലേ ഏട്ടാ? കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈഡിൽ പിങ്ക് ഒക്കെ കൊടുത്തിട്ട് ഇത് വെറുതെ കിടക്കുന്നതല്ലേ? ഓക്കെ ചേട്ടാ, താങ്ക് യു. വേറെ വല്ല കടകളുണ്ടോ ഇനി? അങ്ങനത്തെയാണോ കടകള്? വാഴല അത് ഹോൾസെയിലല്ലേ? പക്ഷേ ആണോ? വാഴലയും ഇവിടെ കിട്ടും കേട്ടോ. സാധാരണ കടകളിൽ ഹോൾസെയിലായിട്ട് തരുള്ളൂ, ബട്ട് ഇവിടെ റീറ്റെയിലും ഉണ്ട്. താങ്ക് യു. ഇത് യെല്ലോ കളർ സ്വീറ്റ് പൊട്ടാറ്റോ
3 വെറൈറ്റി ഉണ്ട് സ്വീറ്റ് പൊട്ടറ്റോ. വയലറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ നോർമൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ യെല്ലോ പക്ഷേ എല്ലായിടത്തും കാണാറില്ല. ഇപ്പോൾ ഈ യെല്ലോ കളർ സ്വീറ്റ് പൊട്ടറ്റോ വേണമെങ്കിൽ ഇവിടെ എറണാകുളം മാർക്കറ്റ് വന്നാൽ മതി. സീസണലാണെന്ന് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ. ചേട്ടാ ചെറുത്, തീരെ ചെറുതല്ലേ നല്ലത്? ഈ ചെറിയ ടൈപ്പ് 1/2 കിലോ മതി. ഇത് ഈ ടൈപ്പ് മതി, 1/2 കിലോ. കണിമാങ്ങ അച്ചാർ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ബട്ട് ജിജോനും അവിടെ എൻ്റെ വീട്ടിൽ കൊടയരയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് റെസിപ്പി കണ്ടുപിടിക്കണം. റെസിപ്പി ആർക്കെങ്കിലും അറിയാമെങ്കിൽ മെസ്സേജ് ചെയ്യണേ കമൻസിൽ കൂടെ. 100 രൂപ. ഇത് ചന്ദ്രക്കാരൻ മാങ്ങ ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ ഇപ്പം മാർക്കറ്റിൽ ഫുള്ള്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഫുൾ മാർക്കറ്റിൽ ഫുൾ നടന്ന് പോയാലേ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പിന്നെ കാറും കയറ്റില്ല, ഓട്ടോ തന്നെ എടുക്കേണ്ടി വരും. ഓട്ടോ എടുത്ത് അകത്തോട്ട് പോകണം, പിന്നെ ഫുള്ള് നടന്ന് കാണണം. പിന്നെ അതാണ് നല്ലത്. ബൈ. ഇന്നത്തെ കഴിഞ്ഞു.